KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എല്ലാ ആളുകളും ഏകകണ്ഠമായി എടുത്ത സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അത് പുനഃപരിശോധിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ മുതിർന്ന ഒരു നേതാവ് തന്നെ പറയാണ് സജീവമായി അദ്ദേഹം നിൽക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു ഓഡിയോ പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം രാഹുൽ നൽകാത്തൊരു സാഹചര്യമുണ്ട്. അത് വലിയൊരു ചർച്ചയായി നിൽക്കുന്ന സാഹചര്യം. അല്ല, ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇല്ല, എനിക്ക് കാണാൻ പറ്റിയില്ല. ഒന്നും കാണേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം അത് പാർട്ടിയും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകുന്നു. പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പാർട്ടി ഒരു നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ പത്മകുമാറിന്റെയും പിന്നെ വാസുവിന്റെയും പേരിലൊന്നും നടപടി എടുത്തില്ലല്ലോ. MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? കാരണം പത്മകുമാർ വളരെ കാര്യങ്ങൾ തുറന്നു പറയുന്നുള്ളത് കൊണ്ട് പേടിച്ചാണ്. MV ഗോവിന്ദൻ നടപടി എടുക്കാത്തത് പത്മകുമാറിനെയും വാസുവിനെയും പേടിച്ചാണ്. ധൈര്യമുണ്ടോ MV ഗോവിന്ദൻ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ നടപടിയെടുക്കാൻ? ഞങ്ങൾ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നതിന്റെ വെളിച്ചത്തിൽ ഒരു പാർട്ടി MLA സസ്പെൻഡ് ചെയ്തു. ആ ധൈര്യത്തിന്റെ ഒരു അംശം പിണറായി വിജയന് കാണിക്കാൻ കഴിയുമോ? MV ഗോവിന്ദന് കാണിക്കാൻ കഴിയുമോ?